നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. തൃശൂർ പൂരം പെയ്തൊഴിഞ്ഞിട്ടും ഒഴിയാതെ വിവാദ പെരുമഴ. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ തള്ളി തിരുവമ്പാടി ദേവസ്വം. പൂരം പ്രതിസന്ധിയിലായപ്പോൾ തങ്ങൾ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി എന്ന വാദം ശരിയല്ലെന്ന ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ. തങ്ങളെ സുരേഷ് ഗോപിയുടെ PA ഇങ്ങോട്ടാണ് വിളിച്ചത്. പൂരത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും ആവശ്യം. പൂരം സുഗമമായി നടത്താൻ സ്ഥിരം സംവിധാനം വേണം. ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയമം കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ. പോലീസ് കമ്മീഷണറെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യം. തൃശൂർ പൂരം അലങ്കോലമായ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്നും മുരളി. ശ്രമം നടന്നത് BJPക്ക് വോട്ട് മറിച്ച് നൽകാനുള്ള CPM നീക്കം. പൂരം മുടക്കാൻ ശ്രമിച്ചത് ആരെന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും സുരേഷ് ഗോപി നടത്തിയത് വെറും ഷോ എന്നും മുരളീധരൻ. പൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന സുരേഷ് ഗോപി. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന 12ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തീ പടർന്നതാണ് അപകട കാരണം. തിങ്കളാഴ്ച കാലത്താണ് സംഭവം. അഗ്നിബാധ റിപ്പോർട്ട് ചെയ്ത ഉടൻ നാട്ടുകാർ ഇടപെട്ട പാർക്കിംഗ് ഏരിയയിലെ ഇരുചക്ര വാഹനങ്ങൾ നീക്കിയത് വൻ നാശനഷ്ടം ഒഴിവാക്കി. തീ പൂർണ്ണമായും അണച്ചത്. സ്ഥലത്തെത്തിയ അഗ്നിശമന സേന. കൊടകര കാരിക്കടവിൽ കാട്ടാനാക്രമണം. ആദിവാസി യുവതിക്ക് ഗുരുതര പരിക്ക്. വെള്ളിക്കുളങ്ങര ആദിവാസി കോളനിയിലെ ആശാവർക്കർക്കാണ് പരിക്കേറ്റത്. 32കാരി ബീന ആശുപത്രിയിൽ. തിങ്കളാഴ്ച കാലത്ത് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഭർത്താവുമായി പോകുമ്പോഴാണ് ആന ആക്രമണം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്നസെന്റിന്റെ ചിത്രം ദുരുപയോഗം ചെയ്തുവെന്നാരോപണം. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ച് നിൽക്കുന്ന പടുകൂറ്റൻ ഫ്ലക്സ്. ജില്ലാ കളക്ടർക്ക് പരാതി. സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനത്തിന് പുറകെ ഫ്ലക്സ് നീക്കം ചെയ്ത NDA നേതാക്കൾ. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരത്തിൽ മികവിന്റെ പ്രതീകങ്ങളെ വാർത്തെടുക്കാൻ ദശദിന ശില്പശാല. വിവിധ മേഖലയിൽ ക്ലാസുകളും പരിശീലനവും. DVLP സ്കൂളിലാണ് ശില്പശാല. വൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് AM നിമ്മി ഉദ്ഘാടനം ചെയ്തു. ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷലിന്റെ ചിന്തുപാട്ട് അവതരണം ആവേശമായി. ആറ്റത്തറ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ജൂബിലി ആഘോഷ നിറവ്. സമർപ്പിത സംഗമം നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കലാസന്ധ്യ, മ്യൂസിക് ഫ്യൂഷൻ, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ചേലക്കര മണലാടിയിൽ കാട്ടുപന്നി കുറുകെ ചാടി ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ വാദ്യകലാകാരന് പരിക്ക്. വാഹനമോടിച്ചിരുന്ന യുവാവിനും പരിക്കേറ്റു. പേരാമംഗലത്തെ ഉത്സവ ചടങ്ങിന് പോകുന്നതിനിടയിലായിരുന്നു അപകടം. പന്നിക്കും പരിക്കേറ്റു. വാഴാനിയിൽ നിന്നെത്തിയ വനപാലക സംഘം ചികിത്സ ഉറപ്പാക്കി വനത്തിൽ വിട്ടു. സംസ്ഥാനപാതയിൽ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പെയിന്റ് ടിന്ന് റോഡിൽ വീണ് തകർന്ന് ഗതാഗത തടസ്സം. ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്ന 20 ലിറ്റർ പെയിന്റ് ടിന്നാണ് റോഡിൽ വീണ് പൊട്ടിയത്. റോഡിൽ പരന്ന പെയിന്റ് നീക്കിയത് അഗ്നിരക്ഷാസേനയെത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചടുല പ്രചരണം അവസാന ദിനങ്ങളിലേക്ക്. ബുധനാഴ്ച കൊട്ടിക്കലാശം. പ്രചരണത്തിന് നാടൊട്ടാകെ വലിയ ആവേശം. തിരഞ്ഞെടുപ്പ് റാലികൾക്കും സമാപനം. അത്താണിയിൽ ചെങ്കടൽ തീർത്ത ഇടതുമുന്നണി. തെക്കങ്കരയിലും ആവേശമേളം. പുന്നമ്പറമ്പിൽ നിന്ന് കരുമത്രയിലേക്ക് UDF റാലി. ഊരോക്കാട് ജനകീയാരവം തീർത്ത ഇടതുമുന്നണി.